നമുക്ക് അരവിന്ദിന്റെ മക്കളുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവിൽ യമുനയ്ക്ക് ഭയങ്കര സന്തോഷമായി. നിവിൻ ആ സാരി ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞപ്പോ പോരാത്തന്നെ ആദില പറയുകയും ചെയ്തു, നിനക്ക് മനസ്സിലായില്ലേടി ഇത് ആർക്ക് വേണ്ടിയാ തന്നേന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ നിവിന്റെ മനസ്സിൽ അത് കാവേരിക്ക് അവൾ കൊണ്ടേ കൊടുക്കുമെന്നൊരു ചിന്തയായിരുന്നു. ആ സമയം യമുന പറഞ്ഞു, വേണ്ടിയിരുന്നില്ല നിവിനേട്ടാന്ന് പറഞ്ഞു. അത് പറഞ്ഞാൽ പറ്റില്ല. അതെ, ഇതെന്റെ മനസ്സാണ്, അതുകൊണ്ടാണ് ഞാനിത് തന്നേന്ന് പറഞ്ഞു. എന്തായാലും കൂടുതൽ എനിക്ക് പറയേണ്ടി വന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും ആദില പറഞ്ഞു, കണ്ടില്ലേ ഇത്ര സ്നേഹമുള്ള ഒരാളെ നിനക്ക് കിട്ടിയെന്നൊക്കെ പറഞ്ഞു. ആ സമയത്ത് നിവിനാണ് ഭയങ്കര സന്തോഷത്തില. അപ്പൊ നിവിന്റെ വിചാരം കാവേരിയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ യമുനയ്ക്ക് അറിയാം. അപ്പൊ കാവേരിക്ക് തന്നെ ഇത് കൊണ്ടേ കൊടുക്കും, അങ്ങനെ ഒരു ചിന്തയായിരുന്നു. പക്ഷെ എങ്കിൽ തെറ്റിദ്ധരിക്കുകയാണ് ചെയ്തത് യമുന. തനിക്കാന്ന് കരുതിയിട്ട് യമുന എന്ത് ചെയ്തു, അത് നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് ആദിലേയും കൂട്ടി അവിടെ നിന്ന് ഇങ്ങോട്ട് പോവാണ്. പോകുന്ന സമയത്ത് ആദില പറഞ്ഞു, കണ്ടില്ലേ നാള് നല്ല സ്മാർട്ടാണ്, അതോടൊപ്പം തന്നെ നല്ല ഒരു ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, പോരാത്തതിന് കോടീശ്വരനും പുളിങ്കുമ്പ് തന്നെയാണല്ലോടി എന്നൊക്കെ പറഞ്ഞ് യമുനയെ കളിയാക്കുവാണ്. ആ വിശാലിനെ പോലുള്ള ഒരുത്തനൊന്നുമല്ല, അതുകൊണ്ട് നീ ഇനി ഭയക്കേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞു. ആ സമയത്ത് നിവിൻ ഭയങ്കര സന്തോഷത്തില. അത് കാവേരിക്ക് കൊണ്ടേ കൊടുക്കും, തന്റെ മനസ്സ് യമുനയ്ക്ക് മനസ്സിലായിട്ടുണ്ട് എന്നൊരു ചിന്തയായിരുന്നു. പക്ഷെ യമുനയുടെ വിചാരം എന്താ, തനിക്ക് തന്നാന്നോർത്തോണ്ട യമുന അതൊക്കെ പിടിച്ചോണ്ട് നേരെ വീട്ടിലേക്ക് വരുന്നേ. അങ്ങനെ വീട്ടിൽ വന്ന് കയറി ഉടനെ മുറിക്കകത്ത് കയറി ആ കവറ് പൊട്ടിച്ചു. കവർ പൊട്ടിച്ച് സാരിയൊക്കെ എടുത്ത് വെച്ച് നോക്കുകയാണ്. കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട്, എന്താണെങ്കിലും ഇഷ്ടപ്പെട്ടു, നല്ല സെലക്ഷൻ തന്നെ, തനിക്ക് ചേരുന്ന കളർ തന്നെ നിവിനേട്ടൻ എടുത്തിട്ടുണ്ട്. ഇത്രയ്ക്ക് ഇഷ്ടമായിരുന്നോ തന്നെ? ആ വിശാലെ പോലെ ഒരുത്തന് തന്റെ പിന്നാലെ നടന്ന്. പക്ഷെ താൻ അത് നിവിനേട്ടൻ തന്നെ ഇത്ര ഇഷ്ടമെന്നുള്ള കാര്യങ്ങളൊന്നും അറിയത്തുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണല്ലോ വിശാല് തന്നെ കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ രക്ഷിക്കാനായിട്ട് സ്വന്തം അമ്മയും അതുപോലെ അമ്മാവനെ എല്ലാം വെറുപ്പിച്ച് തന്നോടൊപ്പം നിന്നത്. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ യമുനയ്ക്ക് ഭയങ്കര സന്തോഷം. ആ സമയത്താണ് കാവേരി അങ്ങോട്ടേക്ക് വരുന്നത്. കാവേരി വന്ന് നോക്കിക്കഴിഞ്ഞപ്പം പുതിയ സാരിയൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ച് നോക്കിക്കൊണ്ടിരിക്കുന്ന യമുനയെ കണ്ടേ. പെട്ടെന്ന് കാവേരി ചോദിച്ചു, ഇതെന്താ യമുനെ, പുതിയ സാരിയാണല്ലോ എന്ന് പറഞ്ഞു. അതെ. അല്ല, ഇത് എവിടുന്നാ നിനക്ക്? അതോ, ഇതെനിക്കൊരു ഗിഫ്റ്റ് കിട്ടിയതാന്ന് പറഞ്ഞു. ഗിഫ്റ്റോ? ഇത് ആര് ഗിഫ്റ്റ് തന്നാന്ന് ചോദിച്ചു. അത് സത്യം പറഞ്ഞു, ആര് ഗിഫ്റ്റ് തന്നാന്ന് ചോദിച്ചു. അത് പിന്നെ നിവിനേട്ടൻ തന്നാന്ന് പറഞ്ഞു. നിവിനോ? അവൻ ഗിഫ്റ്റ് തന്നോ നിനക്ക്? അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കാവേരിക്ക്. അപ്പോഴേക്കും ഗംഗയും കൂടെ അങ്ങോട്ട് വന്നു. ഗംഗ വന്നു കഴിഞ്ഞപ്പോഴത്തേനും കാവേരി പറഞ്ഞു, യമുനെ, ഇതൊന്നും ശരിയായിട്ടുള്ള കാര്യമല്ല, നമ്മൾ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് അങ്ങനെ ഗിഫ്റ്റ് മേടിക്കേണ്ട കാര്യമൊന്നുമില്ല, അത് നമുക്ക് പിന്നീടൊരു ബാധ്യമായിട്ട് മാറും, അതിന്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും യമുന പറഞ്ഞു, അതിനെന്താ വാങ്ങിച്ചാല്, ദേ എന്നെയൊക്കെ രക്ഷിക്കാനായിട്ട് നിവിനേട്ടൻ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം. നിവിനേട്ടൻ പാവുക, അതുകൊണ്ടല്ലേ എന്നോടുള്ള ഇഷ്ടം കൊണ്ട് തന്നാന്ന് പറഞ്ഞു. ആ സമയത്ത് കാവേരി പറഞ്ഞു, ആയിക്കോട്ടെ, പക്ഷെ ഇതൊന്നും അത്ര ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. കാവേരിയുടെ മനസ്സിലേക്ക് പല പല ചിന്തകളും വന്നു. കാരണം കാവേരിക്ക് അറിയാം നിവിന് തന്നോട് ഇഷ്ടമാണെന്നുള്ള കാര്യം. പക്ഷെ ഇവൾക്ക് ഇങ്ങനെ ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ ഒന്നും കാവേരിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ആ സമയത്ത് കാവേരി പറഞ്ഞു, ഇങ്ങ് തന്നെ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞത് ഒന്ന് വാങ്ങിച്ച് നോക്കുവാണ്. ആ സമയത്ത് യമുന പറഞ്ഞു, അതെ നോക്കുന്നോ കൊള്ളാം, അതെനിക്ക് ഇങ്ങോട്ട് തിരിച്ചു തന്നേക്കണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും യമുന പറഞ്ഞു, അയ്യോ എനിക്ക് വേണ്ടായേ, എനിക്ക് മറ്റുള്ളവരുടെ ഒന്നും വേണ്ട, പക്ഷേ ഇതൊന്നും സ്വീകരിക്കണ്ടായിരുന്നോ ഞാൻ പറയത്തുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പത്തിന് യമുന പെട്ടെന്ന് അതും കൂടെ തട്ടിപ്പറിച്ചു. എനിക്ക് നാട്ട് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോഴേക്കും കാവേരി പറഞ്ഞു, എന്തിനാ മോളെ തട്ടിപ്പറിക്കണേ? അതെ, നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് വേണ്ട സാധനങ്ങളാണെങ്കിലും നിനക്ക് ഞാൻ വിട്ടു തരത്തില്ലേന്ന് ചോദിച്ചു. അത് കേട്ടപ്പം യമുന ഇങ്ങനെ നോക്കി കാവേരി ഒന്നും മിണ്ടാതെ കൊണ്ട് ഇറങ്ങിപ്പോയി. കാവേരിക്കൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. കാരണം താനുമായിട്ടാണ് കൂടുതൽ നിവിൻ അടുപ്പം കാണിക്കുന്നത്. പക്ഷെ ഇതിനിടയ്ക്ക് യമുനയുമായിട്ട് ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അപ്പോഴേക്കാണ് നിവിന്റെ കോള് വരുന്നത്. കാവേരി ഒരു നിമിഷം ഓർത്ത് എടുക്കണോ വേണ്ടയോ, എന്തിനാ എടുക്കേണ്ട കാര്യമൊന്നുമില്ല. 2 പ്രാവശ്യം വിളിച്ച് കഴിഞ്ഞ് 3-ാം തവണയാണ് കാവേരി കോൾ എടുക്കുന്നത്. കോൾ എടുത്തു കഴിഞ്ഞപ്പോഴത്തേന് നിവിൻ ചോദിച്ചു, അതെ ഇഷ്ടപ്പെട്ടോന്ന് ചോദിച്ചു. എന്ത്? അതെ, ഞാനൊരു സാധനം ഒരാളുടെ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു, അത് ഇഷ്ടപ്പെട്ടോന്ന്. എന്ത് സാധനം? ഒന്നും മനസ്സിലാത്ത പോലെ സംസാരിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കാവേരി പറഞ്ഞു, എനിക്കറിയില്ല നിവിനെ, എന്താ കാര്യം എന്താ വെച്ചാൽ പറ. അത് ഞാൻ യമുനയുടെ കയ്യിൽ ഒരു ഗിഫ്റ്റ് കൊടുത്ത് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് തനിക്ക് കൊടുത്തു വിട്ടാനോ? യമുന തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കും അത് അവൾക്ക് കൊടുത്താന്ന്. അപ്പോഴേക്കും കാവേരി പറഞ്ഞു, കൊള്ളാം, ബെസ്റ്റ്. അതെന്താണെങ്കിലും അവൾക്ക് കിട്ടിയതാന്ന് പറഞ്ഞുകൊണ്ട് അവൾ അതും പിടിച്ചോണ്ടിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ബെസ്റ്റ് ആളുടെ കൊടുത്തു വിട്ടെ. ദേ ഒരു കാര്യം ഞാൻ പറയാം നിവിനെ, എനിക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ പറഞ്ഞായിരുന്നോ എനിക്ക് സാരി ഗിഫ്റ്റായിട്ട് വേണമെന്ന്? അല്ല, അത് പിന്നെ
അതെ, ദൈവത്തെ ഓർത്ത് ഇനി ഇങ്ങനത്തെ ഒന്നും കൊടുത്തു വിടുകയും ചെയ്യരുത്. അറിയാലോ, അന്ന് നിവിന്റെ അമ്മ ഇവിടെ വന്ന് എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞതെന്ന്. വെറുതെ നമ്മളായിട്ട് എന്തിനാ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നേ? ഒരു പ്രശ്നം ഉണ്ടാക്കാനായിട്ട് എളുപ്പമാ. പിന്നെ അറിയാലോ കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാവേരി കുറെ അങ്ങോട്ട് പറയുകയാണ് നിവിനെ. നിവിൻ പറഞ്ഞു, അല്ല അത് പിന്നെ ഞാൻ വെക്കുവാന്നും പറഞ്ഞു പെട്ടെന്ന് കാവേരി കോള് കട്ട് ചെയ്തു. കാവേരിക്ക് മനസ്സിലായി എന്താ എങ്ങനെയാ സംഭവിച്ചതെന്ന്. പക്ഷെ ഇനിയിപ്പോൾ അത് പോയി യമുനയോട് പറയാൻ പറ്റില്ലല്ലോ. യമുനയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യമുന ചോദിക്കും ചേച്ചിക്ക് എന്തിനാ തന്നു വിട്ടേന്ന്. അത് 100 ചോദ്യങ്ങൾക്കിടയാക്കും. അതുകൊണ്ട് പിന്നെ കാവേരി കൂടുതലായിട്ടൊന്നും പറയാൻ പോയില്ല. ആ സമയം സത്യനാഥിന്റെ അടുത്ത് എന്നിട്ട് രാജേഷ് പറഞ്ഞു, സത്യേട്ടാ നിവിനെ ഇങ്ങനെ വിട്ടിട്ട് കാര്യമില്ല. എത്രയും പെട്ടെന്ന് കല്യാണം നടത്തണം. അത് മാത്രമല്ല രാഗിണി വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞ് നമുക്കൊരു കാര്യം ചെയ്യാം, അവിടെ വരെ ഒന്ന് പോകാം. രാഗിണിയെ ഒന്ന് പോയി കാണാമെന്ന് പറഞ്ഞു. അതിനെന്താ, പോയേക്കാന്ന് പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ജയപാലിന്റെ വീട്ടിലേക്ക് ചെല്ലുവാണ്. ജയപാലിന്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു ഗംഭീര സ്വീകരണം തന്നെയാണ് കിട്ടിയത്. ഇനി രാഗിണിയെ കണ്ടുകൊണ്ട് സത്യപാലൻ പറഞ്ഞു, ആഹാ കൊള്ളാലോ, നീ ആളങ്ങോട്ട് വളർന്നല്ലോ എന്ന് പറഞ്ഞു. അതെ, അങ്കിൾ എന്നെ കുറെ നാളുകൾ കൂടി കാണുന്നുകൊണ്ടാ തോന്നുന്നേന്ന് പറഞ്ഞു. ആ സമയത്ത് ജയപാലൻ പറഞ്ഞു, പെൺകുട്ടികളല്ലേ പെട്ടെന്ന് വളരും എൻ്റെ സത്യപാല, പറഞ്ഞിട്ടൊന്നും കാര്യമില്ലേ, കല്യാണപ്രായം എത്തിയെന്ന് പറഞ്ഞു അവക്ക്. ആ സമയം രാജേശ്വരി പറഞ്ഞു, അതിനെക്കുറിച്ച് സംസാരിക്കാനും കൂടെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നേന്ന് പറഞ്ഞു. അപ്പോഴേക്കും രാവണി ചോദിച്ചു, എനിക്ക് കല്യാണോ ആണോ അച്ഛാന്ന് ചോദിച്ചു. പിന്നല്ലാതെ നിന്റെ കല്യാണം നടത്തണ്ടേ, അത് എത്രയും പെട്ടെന്ന് തന്നെ നടത്തണം. അല്ല ആരാ ചെക്കൻ ആരാ എന്ന് ചോദിച്ചു. ചെക്കനോ? ഓ, ഒന്നും അറിയത്തില്ലാത്ത പോലെ. ചെക്കൻ ആരായിരിക്കും? അതെ, ഞങ്ങൾ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്ന ചെക്കൻ ആരാന്നറിയാവോ? നിവിനാന്ന് പറഞ്ഞു. നിവിനായിരുന്നോ? അതെ, അവൻ തന്നെയാന്ന് പറഞ്ഞു. രാജേഷ് ചോദിച്ചു, എന്താ നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് ചോദിച്ചു. ആ, കുഴപ്പമൊന്നുമില്ല, എനിക്ക് നിവിനേട്ടനെ ഇഷ്ടമാണ്, പക്ഷെ എന്നെ ഇഷ്ടമാന്നുള്ള കാര്യത്തിലുള്ള സംശയമുള്ളൂ. ജയപാലൻ പറഞ്ഞു, അവന് നിന്നെ ഇഷ്ടപ്പെടും, അവനെ ഇഷ്ടപ്പെടാതിരിക്കാൻ വഴിയൊന്നുമില്ല, കാരണം എൻ്റെ മോള് സുന്ദരിയല്ലേന്ന് ചോദിച്ചു. രാജേഷ് പറഞ്ഞു, അത് ശരിയാ, മോള് സുന്ദരിയല്ലേ, മോളെ ആർക്കാ ഇഷ്ടപ്പെടാത്തെ? ആ ഒരു കാര്യത്തിൽ മോള് പേടിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ പറയുമ്പോഴും രാജേശ്വരൻ മനസ്സിലൊരു തേങ്ങല. ദൈവമേ, ഇനി അവനെങ്ങാനും കാൽവേരത്തരം കാണിക്കുവോ? അവൻ എപ്പം നോക്കിയാൽ ആ കാവേരിയുടെ പിന്നാലെ തന്നെയാ. അത് പക്ഷെ ഇപ്പൊ ഇവളോട് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ കുറച്ച് സമയം സംസാരിച്ചിരിക്കുന്ന സമയത്ത് ജയപാലൻ പറഞ്ഞു, ഇനി എത്രയും പെട്ടെന്ന് തന്നെ ബാക്കി കാര്യങ്ങളും കൂടെ നടത്തണം രാജേശ്വരി, അറിയാലോ. ഇനി ഇത് നീട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതെ, അതെനിക്കറിയാം ജയപാലേട്ടാ. രാഗിനിയുടെ പഠിപ്പൊക്കെ കഴിഞ്ഞ് അവള് വന്നിരിക്കുക. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ, ഇനി താമസിപ്പിക്കാൻ പാടില്ല, എത്രയും പെട്ടെന്ന് തന്നെ നടത്തണമെന്ന്. അത് കേട്ട് കഴിഞ്ഞപ്പം 2 കൂട്ടർക്ക് സമ്മതമായിരുന്നു. ഈ സത്യപാലനും എതിർപ്പും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവര് യാത്ര പറഞ്ഞ് പോന്നു കഴിഞ്ഞപ്പോഴത്തേനും പ്രവീണ എന്ന് ജയപാലനോട് ചോദിച്ചു, ജയപാലേട്ടാ ഇനിയിപ്പം നിവിന് സമ്മതം വരെ ആയിരിക്കുമോ? അതിനെക്കുറിച്ച് നമുക്കൊന്നും അറിയത്തില്ലോ എന്ന് പറഞ്ഞു. എടീ, അവന് സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല, അവൻ സമ്മതിക്കുക തന്നെ ചെയ്യും, അല്ലാതെ വേറെ തരവില്ല എന്ന് പറഞ്ഞു. സമ്മതിക്കുമെന്നോ? പിന്നല്ലാതെ, അവനെങ്ങനെ സമ്മതിക്കാതിരിക്കുമെന്ന് പറ. അവന് സമ്മതിക്കാതിരിക്കാൻ പറ്റത്തൊന്നുമില്ല, അതുകൊണ്ട് ആ കാര്യത്തിലൊരു ഭയം വേണ്ടാന്ന് പറഞ്ഞു. രാജേശ്വരിയല്ലേ ആള്, എന്ത് ചെയ്യണമെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാമെന്ന് പറഞ്ഞു. ഇവര് തമ്മിലൊന്ന് കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ, ആ കാവേരിക്കുള്ളത് ഞാൻ കൊടുക്കുന്നുണ്ട്. അവൾ കുറെ കാലമായി കിടന്ന് കളിക്കുന്നേ. എൻ്റെ മകനിട്ട് പണി കൊടുത്തു, ഇനിയിപ്പോൾ അടുത്ത അവൾക്കിട്ട് ഞാനാണ് പണി കൊടുക്കാൻ പോകുന്നത്. നീ കണ്ടോ പ്രവീണെ, അധികം വൈകാതെ അവൾ എൻ്റെ കാല് പിടിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജയപാലൻ വെല്ലുവിളികളൊക്കെ നടത്തുവാണ്. പക്ഷേ കാവേരിയല്ലേ മോള്, കാവേരി ജീവൻ പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു കാര്യം ചെയ്യില്ല എന്നുള്ള കാര്യം ജയപാലൻ അറിയില്ലല്ലോ. അപ്പം അതിൻ്റെ കഥകളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.